Leva
ആത്മീയമായ
രണ്ട് ലോകങ്ങളിൽ
Amen.
Be
എണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെട്ടിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കുന്നതിനെ Ternyata
Amen.
പ്രിയ ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മാതൃകയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യങ്ങളെ, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിലെ അവസാന അധ്യായം എന്ന് വിളിക്കപ്പെടാവുന്ന ദിവസങ്ങളാണ് ഇനി ഒരാഴ്ചക്കാലം. ഇന്നേ ദിവസം കർത്താവായ യേശുമിശിഹായിക്ക് പ്രൗഢഗംഭീരമായ ഒരു വരവേൽപ്പ് ദാവീദിന്റെ നഗരത്തിൽ വെച്ച് നൽകപ്പെടുകയാണ്. കർത്താവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ പ്രവാചകന്മാരുടെ മനസ്സുകളിലൂടെ കടന്നു വന്നിട്ടുള്ള, പ്രഖ്യാപിച്ചിട്ടുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് കാണാൻ കഴിയും. യേശുമിശിഹ പ്രവർത്തിക്കുന്നത്, പ്രസംഗിക്കുന്നത് എല്ലാം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ അവരുടെ പ്രവചനങ്ങളിലൂടെ സൂചിപ്പിച്ചിട്ടുള്ള അതിന്റെ പൂർത്തീകരണമാണ്. കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കുമെന്ന്. തുടർന്ന് യെശയ്യായും യെരമ്യാവും പ്രവാചകന്മാരെല്ലാവരും വരാനിരിക്കുന്ന മശിഹായുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിത ദൗത്യത്തെക്കുറിച്ച് അനേക സന്ദർഭങ്ങളിൽ പല പ്രഖ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. സക്കറിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യെരൂശലേം നഗരം ഇത് ദാവീദിന്റെ നഗരമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം എന്ന് പറയുന്നത് ദാവീദിന്റെ പട്ടണം, ദാവീദിന്റെ നഗരം, സിയോൻ നഗരം, ഈ വിധത്തിലൊക്കെ അതിനെ സംബോധന ചെയ്തിട്ടുണ്ട്. സക്കറിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് ഒരു കഴുതപ്പുറത്തും ഒരു പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്തും കയറി നിന്ന് നിന്നെ രാജാവായി, നിന്റെ രാജാവ് അവിടേക്ക് കടന്നു വരുന്നൊരു കാലമുണ്ട്. അപ്പോൾ യേശുവിന്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവചിച്ചിരുന്ന പ്രവാചകന്മാരുടെ ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമായി നമുക്ക് കാണാവുന്നതാണ്. പ്രൗഢഗംഭീരമായ ഒരു വരവേൽപ്പാണ് യേശുവിന് നൽകുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ വരവേൽപ്പിന് വിധേയമായുള്ള സംഭവങ്ങൾ ഒരിക്കലുമില്ല, ഒരിടത്തുമില്ല. സമൂഹത്തിൽ ഒരു വരവേൽപ്പ് ഒരിക്കലും ഒരുപക്ഷെ ഭൗതികമായി നമുക്ക് ഇഷ്ടമാണെങ്കിലും യേശുവിന്റെ ജീവിതത്തിൽ അത് ആദ്യവും അവസാനവും ഒറ്റ വരവേൽപ്പേ ഉണ്ടായിരുന്നു. അത് ഹോശാന പെരുന്നാളിനാണ്. അത് ഒരു പ്രീ അറേഞ്ച്ഡ് വരവേൽപ്പായിരുന്നില്ല. ഓഫാനായിട്ട്, ആക്സിഡന്റലായിട്ട് കർത്താവ് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ ആഡംബരപൂർവ്വം യെരൂശലേമിൽ ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ ശിഷ്യന്മാരോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളൊരു കഴുതക്കുട്ടിയെ സംഘടിപ്പിക്കണം. എവിടെ നിന്ന് സംഘടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ആ കഴുതക്കുട്ടിയെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നത് എന്റെ ആവശ്യത്തിനാണെന്ന് പറയുന്നുണ്ട്. വളരെ വിസ്തൃതമായിട്ടൊന്നും ശിഷ്യന്മാരുടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിഞ്ഞിട്ടുള്ളവരെ ആ വിധത്തിൽ ബോധവൽക്കരിക്കുന്നില്ല. ആ കഴുതക്കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അതിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. ഉടനെ തന്നെ അവിടെ ഓടിക്കൂടിയ ആളുകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെയുള്ള വിധത്തിലുള്ള ഒരു വരവേൽപ്പ് നൽകുകയാണ്. സാധാരണ കാതോലിക്കന്മാരെയൊക്കെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു അറേഞ്ച്ഡ് റിസപ്ഷൻ കൊടുക്കും. ഒരു വലിയ വരവേൽപ്പ് ആർപ്പുവിളിയോടെ സ്ലോഗൻ ഓരോന്ന് അട്ടഹസിച്ച് കൊണ്ടുവരും. കർത്താവിനെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ, നേരത്തെയുള്ള യാതൊരു ആസൂത്രണവും കൂടാതെ കർത്താവിന് വരവേൽപ്പ് നൽകിയപ്പോൾ
അവിടെ കൂടിയ ജനസമൂഹം മാർത്ത് വിളിച്ച് ഒരു ശ്ലോകൻ പറയുന്നുണ്ട്. എന്താണ് ശ്ലോകൻ? ഹോശന്ന. ഹോശന്ന എന്നുള്ളത് ഒരു ഹീബ്രു വാക്കാണ്. രണ്ട് പദങ്ങൾ ചേർന്നാണ് ഹോശന്ന എന്നുള്ള വാക്കുണ്ടാകുന്നത്. ഹോശി, HOSHI, ഹോശി, അതൊരു ക്രിയാരൂപമാണ്. സെയിം, സാൽവേഷൻ എന്ന് പറയുന്ന നാമരൂപത്തിന്റെ ഒരു ക്രിയാരൂപമാണ് ഹോശി. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് അഹന്ന, AHNNA. ഈ ഹോശി എന്നും അഹന്ന എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ ഹീബ്രു ഭാഷയിൽ ഒരുമിച്ചപ്പോൾ ഹോശന്ന എന്ന ഒരു ഏകപദം അവിടെ ഉണ്ടാവുകയാണ്. ആ ശ്ലോകൻ ജനങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ആഹ്ലാദത്തോടെ. കുട്ടികൾ അവർ മാത്രം വിളിക്കുന്നു. ആഹ്ലാദത്തോടെ ജനങ്ങളോട് സന്നിഹിതരായിട്ടുണ്ട്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഭൂലോകത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞ ഒരു യുവാവിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ലാസർ. ആ വാർത്ത കാട്ടുതീ പോലെ ജെറുസലേമിലും യഹൂദിയായാലും ഗലീലായാലും എല്ലാം കാട്ടുതീ പോലെ പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. കർത്താവായ യേശു ക്രിസ്തു 4 ദിവസം മരിച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ ഒരു യുവാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് ജനങ്ങളെ ആഹ്ലാദം പറഞ്ഞറിയിക്കുവാൻ നിവൃത്തിയില്ല. പെസഹ പെരുന്നാൾ അടുത്തടുത്ത് വരികയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ, അവരുടെ ഒരുമിക്കുവാനുള്ള അവരുടെ ആഹ്ലാദത്തിന്റെ, യഹോവയോട് നന്ദി പറയലിന്റെ, അതുപോലെ തന്നെ ഫറവോ രാജാവിനോടുള്ള യഹോവയുടെ കോപത്തിന്റെ ഒക്കെ ഉള്ള ഒരു പ്രതീകമാണ്. അതുകൊണ്ട് പെസഹ പെരുന്നാളിന് ഒരുങ്ങുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വരവേൽപ്പ് അവിടെ ലഭിക്കുകയാണ്. ഒരുപക്ഷെ ആ വരവേൽപ്പ് ഒരു അനിവാര്യമായിരുന്നു. സക്കറിയാ പ്രവാചകൻ പറഞ്ഞതുപോലെ, യെരൂശലേം പുത്രീ, നിന്റെ രാജാവ് ഒരു കഴുതപ്പുറത്ത് വരുന്നു, പെൺകഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ആ രാജാവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നീ ആഹ്ലാദജനതയായി ഒരുങ്ങുക എന്ന് സക്കറിയാ പ്രവാചകൻ വിളിച്ചു പറയുന്നത് പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. മാത്രമല്ല ഈ ശ്ലോകൻ വളരെ അർത്ഥഗംഭീരമായ ശ്ലോകനാണ്. എന്താണ് ശ്ലോകൻ? We pray to save, ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു നിലവിളിയാണത്. ഇന്ന് മനുഷ്യൻ പലപ്പോഴും സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും നിലവിളിക്കുകയും ചെയ്യാറുണ്ട്. നമ്മെ സംരക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന അർത്ഥസമ്പൂർണമായ ഒരു മുദ്രാവാക്യമാണ് ഹോശന്ന എന്ന് പറയുന്നത്. ഭൂമിദേവിയെ ഇന്നലെ നാം ഭൗമദിനം ആചരിച്ച് ഭൂമിയുടെ നിലവിളി എന്തെന്ന് നാം ഇന്നലെ രാത്രി കേട്ടു. ഭൂമിദേവി ഇപ്പോൾ നിലവിളിക്കുന്നത്, എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു, എനിക്ക് എന്നെ ജീവിക്കുവാൻ അനുവദിക്കണം, ദാരിദ്ര്യം അനുഭവിക്കുന്ന നിലവിളിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കാൻ പോകുന്നു, എന്നെ അനുവദിക്കണം, എന്റെ വിശപ്പ് മാറ്റി തരണം. രോഗി നിലവിളിക്കുന്നു, എന്റെ രോഗത്തിന് ശമനമുണ്ടാകണം. അക്രമത്തിനും അനീതിക്കും വിധേയപ്പെട്ടവൻ നിലവിളിക്കുന്നു, അനീതിയിൽ നിന്നും അക്രമത്തിൽ തന്നെ രക്ഷിക്കണം. പ്രിയമുള്ളവരെ, ഈ ഹോശന്ന എന്ന് പറയുന്ന നിലവിളി അത് പക്ഷേ ഒരു അട്ടഹാസമാകുമ്പോഴും അതിന്റെ ആചാരം എന്ന് പറയുന്നത് ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ്. മനുഷ്യൻ മാത്രമല്ല സംരക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്നത്. ഭൂമിയും ജീവജാലങ്ങളും പ്രകൃതിയും പ്രപഞ്ചവും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ നിയന്താവിനോട് സൃഷ്ടാവിനോട് നിലവിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ നിലവിളി ശ്രദ്ധിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം എന്നുള്ളത് ഒരു പ്രത്യേക സന്ദേശം
പര്യാപ്തമായ അനുയോജ്യമായ സംരക്ഷണം നൽകുവാൻ പ്രാപ്തനാണ്. ദാവീദിന്റെ നഗരത്തിലേക്ക് ദാവീദിന്റെ പുത്രൻ കടന്നു വരുന്നു. ജനം വളരെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ യേശുവിനെ സ്വീകരിക്കുന്നു. ഹോസന്ന, ഞങ്ങളെ രക്ഷിക്കാം, ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾ ഈ റോമാ പട്ടണത്തിന്റെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ അടിമകളെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ഞങ്ങൾ വേദനിക്കുന്നു, ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നു, ഞങ്ങൾ അടിമത്തത്തിൽ വീർപ്പുമുട്ടുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്, ഞങ്ങളുടെ രാജാവായി അങ്ങയെ ഞങ്ങൾ അവരോധിക്കുന്നു, ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ എല്ലാ ആശ്രയവും സങ്കേതവും അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സംരക്ഷിക്കണം. നിസ്സഹായതയുടെ നിലവിളി, പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള നിലവിളി, സഹായത്തിന് വേണ്ടിയുള്ള നിലവിളി, പ്രവാചകന്മാരുടെ പ്രഖ്യാപനത്തിന്റെ പൂർത്തീകരണത്തിനുള്ള നിലവിളി, അതൊരു ശ്ലോകനാണ്. ആർക്കും തടയാനൊക്കുന്നില്ല, ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല. പ്രപഞ്ചം മുഴുവനും ഒന്നിച്ച് കർത്താവായ യേശുവിനെ രാജാവെന്ന് പ്രഖ്യാപിച്ച് സ്വീകരിക്കുകയാണ്. ഞാൻ വാക്കുകളോട് ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമ്മുടെ ആരാധന വളരെ ദൈർഘ്യമുള്ളതാണ്. ദൈർഘ്യമുള്ള ആരാധനയിൽ പലപ്പോഴും ആ ആരാധനയുടെ അർത്ഥവും അതിന്റെ വ്യാപ്തി ഒക്കെ നമുക്ക് വിശദീകരിക്കാൻ തക്കവണ്ണം അല്പം സമയം മാത്രമേ ലഭിക്കാറുള്ളൂ. ഈ ദേവാലയത്തിൽ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ ശുശ്രൂഷകളെല്ലാം നടത്താൻ തക്കവണ്ണം ബലഹീനനായിട്ട് നമുക്ക് ഒരു വളരെ സന്തോഷവും ആഹ്ലാദവും തോന്നുന്നുണ്ട്. കാരണം ഈ ദേവാലയം മലങ്കര മെത്രാപ്പോലീത്തായുടെ ആസ്ഥാന ദേവാലയമാണ്. മലങ്കര മെത്രാപ്പോലീത്തായുടെ ആസ്ഥാന ദേവാലയം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ അക്ഷര നഗരിയിൽ തലകെട്ടി നിൽക്കുന്ന തിലകക്കുറി പോലെയുള്ള മലങ്കര മെത്രാപ്പോലീത്തായുടെ ആസ്ഥാന ദേവാലയം 1986 റോമൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്നു മാർപ്പാപ്പ തിരുമേനി ഈ അക്ഷരനഗരി സന്ദർശിച്ചപ്പോൾ വട്ടക്കുന്നേ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബ തിരുമേനി പറഞ്ഞത് നമ്മുടെ ആസ്ഥാന ദേവാലയത്തിലേക്ക് അങ്ങ് കടന്നു വരുമെങ്കിൽ അങ്ങയെ ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അന്തർദേശീയ പ്രോട്ടോകോൾ അനുസരിച്ച് ആതിഥേയൻ സ്ഥലത്തെ മെത്രാപ്പോലീത്തായും അതിഥി വിരുന്നു വരുന്ന പിതാവുമാണ്. ആ തത്വം ഈ ദേവാലയത്തിൽ വെച്ചാണ് 1976 വട്ടക്കുന്നേ ബാബ തിരുമേനി നടന്നു വരുത്തിയത്. അന്ന് അതൊരു ലോക മാധ്യമ ശ്രദ്ധ ഉണ്ടായ ഒരു സംഭവമായിരുന്നുവെന്ന് ആ വിഷയം ഓർമ്മിക്കാൻ കഴിയുന്നവർക്ക് ഓർക്കാൻ കഴിയും. ഞാൻ എന്റെ വാക്കുകളുടെ ചുരുക്കട്ടെ. കർത്താവായ യേശുവിനെ രാജാവായി നമുക്ക് സ്വീകരിക്കാം. കർത്താവ്